മീനു, കുഞ്ഞിനെ എടുത്തോ. കരയാതേടെ കുട്ടാ. മോനു എന്താടാ? ജോണി, ജോണി എഴുന്നേക്ക്. ദാ കാപ്പി വെച്ചിരിക്കുന്നു. മക്കളൊക്കെ പ്രായമായി വരിക. അതുങ്ങളൊക്കെ ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ഉത്തരവില്ല. ആ ഇന്നലെ കോട്ടാചാരായം തീർന്നെന്നും പറഞ്ഞ ആ ചാണ്ടിച്ചൻ നാടൻ ചാരായോ തന്നെ. അതിന്റെ ആ മക്ക് ചൊവ്വ അടിച്ചപ്പോഴേ വിചാരിച്ചതാ ഇത്തിരി കൂടി പോവെന്ന്. ഓവറായിരുന്നു അനി. കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റി തലേം തിരിഞ്ഞ് വന്ന് കേറും. അത്യാവശ്യമുള്ളതൊക്കെ മറക്കുകയും ചെയ്യും. മറന്നു? മോന് മരുന്നും വാങ്ങിച്ചുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ. പൊള്ളുന്ന പനി അവന്. അയ്യോ, നിന്നാണ്, നമ്മുടെ മക്കളാണ് ഞാൻ ഇനി കുടിക്കല. എന്റെ അനി വേണ്ട. ഈ കള്ളസത്യം ചെയ്ത് എന്റെ തല പൊട്ടി തെറിക്കാറായി. ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന. ഞാൻ പോവാ. കഴിഞ്ഞ മഴക്കാലത്താണ് സംഭവം നടന്നത്. തോരാത്ത മഴ പെയ്ത് ജലാശയങ്ങളെല്ലാം എന്നാണ് നിന്റെ പരീക്ഷ? ഈ ചാച്ചന് ഒരു ഓർമ്മയില്ല. പരീക്ഷ കഴിഞ്ഞില്ലേ? അയ്യോ, പറഞ്ഞ പോലെ പരീക്ഷ കഴിഞ്ഞല്ലോ. എന്നാ അടുത്ത പരീക്ഷ? ക്രിസ്മസിന്. ഓ, ഇന്നലെ രാത്രിയിലേ ചാച്ചൻ വന്നത് മോൻ കണ്ടായിരുന്നു? ഞാൻ ഉറങ്ങിപ്പോയി. മഴ തോർന്നിരുന്ന സമയം നോക്കി ഇതെന്നാടാ പിന്നെ ചായ കുടിക്കാത്തെ? അത് എന്റെ അല്ല, റോണിയുടെയാ. ആഹാ, അവൻ എണീറ്റില്ലേ ഇതുവരെ? അവന് പനിയാ. മഴ തോർന്നിരുന്ന സമയം നോക്കി കുഞ്ഞനിയനെയും കൂട്ടി സൈനബ കുടക്കടവിലെത്തി. അലക്കാനുള്ള തുണികൾ ഇതിച്ചിരി പനിയേ ഉള്ളൂ. തോപ്പിടുകയായിരുന്നു അവൾ. ചാച്ചൻ കുളിയും കാപ്പിയുടെയോ കഴിഞ്ഞ് ചടേന്ന് പോയി മരുന്ന് വാങ്ങിച്ചോണ്ടരാ. എന്നിട്ടേ സ്റ്റേജിൽ പോന്നുള്ളൂ കേട്ടാ. വെള്ളത്തിലേക്ക് വീണു. ശബ്ദം കേട്ട് ഇന്നലെ രാത്രി ചാച്ചൻ വന്നപ്പോ മോൻ ഉറങ്ങിയായിരുന്നു. നിലവിളിച്ചുകൊണ്ട് അപ്പൊ നീയും കണ്ടില്ല? ഞാൻ കണ്ടായിരുന്നു. മോളിങ്ങി വന്നടി. ശരിക്കും മോള് കണ്ടായിരുന്നു? പിന്നെ ഞാനും അമ്മച്ചിയും വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ചാച്ചന്റെ ആ വരവിന്റെ ഒരു സ്റ്റൈല്? നല്ല സ്റ്റൈല്. നാണ ഇല്ലല്ലോ ചാച്ചന്. ഇന്നലെ 4 കാലയിലായിരുന്നു. ഒറ്റ വീക്ക് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ ചാച്ചനോട് സ്നേഹമുള്ളത് എന്റെ മോന് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നോന് നല്ല ചാച്ചന്റെ കോലം. മക്കള് ആവോ. അനി, ഞാനെല്ലാം കേട്ടു. ആനയുടെ പ്രശ്നം അത് ഒരു റിയൽ പ്രോബ്ലം തന്നെയാണ്. ഒരു മദ്യപാനി മനസ്സ് മാറി നന്നാകുക, പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക, അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക, ഇതൊന്നും ഈ സമീപഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മീനുകുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 12. അയ്യോ, തീരെ കൊച്ചായി പോയല്ലോ. സാരമില്ല, ഞാൻ പറഞ്ഞാൽ ഒരു 3-4 വയസ്സിന്റെ എളുപ്പമൊക്കെ അവരങ്ങ് സമ്മതിക്കും. ആര്? എനിക്ക് ഇത്രയും കാലം അറിഞ്ഞൂടെ? എന്റെ ഒരു ഹോബിയല്ലേ അത്, പുണ്യപ്രവൃത്തി. നിർധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക്, ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക. ആ കുട്ടികളും രക്ഷപ്പെടും, ആ കുടുംബവും രക്ഷപ്പെടും. ടീച്ചറേ, ചതിയാണിത്, ചതി. നഴ്സിംഗിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെമ്പിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മദാമാരുടെ വിഴുപ്പലകുന്ന പണിയാണ്. അട്ടപ്പാറ അച്ചോ, ആ കളി ഇവിടെ വേണ്ട. അവരുടെ കൊച്ചിനെ അവരെവിടെയും വിടുന്നില്ല. ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചു വിടാനാണ് പോകുന്നത്, ഇല്ലേ ടീച്ചറേ? ഇയാളുടെ വിട്ടത്തിലൊന്നും കേട്ട് ആനി പേടിക്കണ്ട. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ നിങ്ങളെ ഇഷ്ടം.
ആ ജോണി ഇപ്പൊ എങ്ങനെ? പള്ളിയിലേക്കും കാണാറില്ല. കുടിയുണ്ടോ? മദ്യപാനമൊക്കെ ഞാൻ നിർത്തിത്തരാം. ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട്. ഏതായാലും ജോണിയെ ഞാനൊന്ന് ഉപദേശിക്കാം. അനുവദിക്കൂ. ഇവിടെ കൂടെ തൊപ്പിട്ടെ. ഇത് ഇത്തിരി അഡ്വാൻസ് വേണമായിരുന്നു. 100 രൂപ മതി. കാല് വയ്യാത്ത ഇളയ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അവനൊരു പനിയും മേലായി. മരുന്ന് വാങ്ങിക്കാനാ. കണക്ക് നോക്കിയാ ഇപ്പൊ തന്നെ ഒരു 3-4 മാസത്തെ ശമ്പളം മുൻപറ്റ. അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയ ഇപ്രാവശ്യത്തോട് കൊടുത്തേക്കൂ. ഓ. തനിക്ക് വെള്ളടി ഇത്തിരി കൂടുതലാണെന്നാണല്ലോ എല്ലാരും പറയണത്. അത് വെറുതെ ആൾക്കാർ കുശുമ്പ് പറയുന്നതാ മുതലാളി. വല്ലപ്പോഴും പഴയ നടു. ഡ്യൂട്ടി സമയത്ത് അങ്ങനെ അടിച്ചെന്നറിഞ്ഞ ഈ കളിതമാശയൊക്കെ അങ്ങ് മാറും. ഓ ഇല്ലേ? ആ കൊടുത്തേക്ക്. ശരി. 4 മാസത്തെ മുൻപറ്റുണ്ടെങ്കിൽ തന്റെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ. മതി മതി, വന്ന് വണ്ടിയെടു. ഓ റേഡിയേറ്റർ പഴുത്തല്ലോ കൂട്ടാ. ആ നീ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കേ. ടീച്ചറെ, ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത് കാര്യം? നമ്മുടെ ചെക്കൻ്റെ കാര്യേ. അല്ല, അവന് പാട്ടെന്ന് പറഞ്ഞ ഭ്രാന്ത. നമുക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ടീച്ചർ അവനൊന്ന് ശരിയാക്കി എടുക്കണം. എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ. വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടുന്ന് പോകുന്ന വഴിക്കോ വൈകുന്നേരോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ വീട് വഴി കയറിപ്പോയാൽ മതി. ഞാൻ വീടുകളിൽ പോയി പഠിപ്പിക്കാറില്ലല്ലോ. അതെനിക്കറിയാം. പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ഒരു അന്യ വീടായിട്ട് ടീച്ചർ കരുതരുത്. ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, 3-4 പിള്ളേരും വെച്ചുകൊണ്ട് ടീച്ചർ വിടുന്ന പാട് ദിവസവും ഞാൻ കാണുന്നതല്ലേ. എന്ത് ചെയ്യാനാ, ജോണി അങ്ങനെ ആയിപ്പോയി. ടീച്ചറെ, പല ദിവസവും രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ വേണി വണ്ടി പോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ. ജോണി, നിർത്തോ. ഒരു കാര്യം പറയട്ടെ. ജോണി, ഒരു കാര്യം പറയട്ടോ. ജോണി, ഇയാൾക്ക് വേറെ പണിയുണ്ട്. ഒരു കാര്യം പറയട്ടെന്ന്. എടോ നിർത്താൻ. ഒരു കാര്യം പറയാനുണ്ടോ? നിർത്താൻ. ഈശോ വിശേഷിക്കട്ടെ. എന്റെ കർത്താവെ, മദ്യപാനികൾക്കെല്ലാം പൂർവാധീന ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ. ഒറ്റൊരുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത്. എന്നെ പട്ടിണിക്കിടരുത്. അടുത്ത മാസമെങ്കിലും ക്രിസ്ത്യാനിക്കാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണമേ ദൈവമേ. നീ സത്യമുള്ളവനാണ് തമ്പുരാന്. കണ്ടോ, തിരി കത്തിച്ചപ്പോഴേ നല്ല എണ്ണം പറഞ്ഞ കുടിയാരൻ ഒരുത്തൻ വരുന്ന വരവ് കണ്ടോ? വലുതുകാലം വെച്ച് കയറിയട്ടെ. ആ ഇരിച്ച് കാലടിക്കുന്നതിന് അരമുട്ട മുട്ടയും കിട്ടിയൊന്നും വേണ്ട, തന്റെ കാലിങ്ങട്. ഇന്നെന്താ പതിവില്ലാതെ കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിന് രക്ഷപ്പെട്ടു വരിക. കടിയാവണത്തിലെടുത്തു. ചെല്ല് ചെല്ല്. എന്റെ അമ്മോ, ഇയാൾ ഇവിടെ വന്നു. ഓഹോ, പുറകിലുണ്ടോ? വട്ടപ്പാറയോടാ കളി. ഇങ്ങോട്ട് വന്നോട്ടെ. ഒരടക്കും മറയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നോ? കയ്യിലുണ്ടോ ജോണി? ആര്? ജോണി, എങ്ങനെ? എന്താച്ചോ പ്രശ്നം? ആ ജോണി എവിടെ? ജോണി? ഏത് ജോണി? ആ ജീപ്പിൽ വന്നവൻ.
ഓ ജീപ്പിലൊന്ന് ജോണിയോ? എന്തിനാ അച്ഛാ? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. ഓ അപ്പൊ അച്ഛൻ മറ്റേന് വന്നതല്ലേ അല്ലേ? ഓണോ അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ? അച്ഛോ ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞത് കേട്ടോ. കൈകൊണ്ട്. ഏ? ഇതെന്റെ ചോറാ. പല കുടുംബങ്ങൾ കഴിഞ്ഞാലേ എന്റെ കുടുംബത്തിനൊരു നില വരൂ. എന്റെ പൊന്ന അച്ഛൻ അച്ഛനൊന്നും അറിയാൻ. നേരം വെളുക്കെ ഒരു കത്തനാറ് കയറി ഷാപ്പിൽ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുമോ? അവനെ കാണാതെ ഞാൻ പോകത്തില്ല. അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത്. പറ്റത്തില്ലെന്നാ പറഞ്ഞേ. ഹോൾട്ട്. വട്ടപ്പാറ അച്ഛന്റെ വണ്ടിയല്ലേ ഇത്? അതെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വട്ടപ്പാറ അച്ഛന്റെ തനിനിറം നിങ്ങൾക്ക് ഇന്ന് കാണാം. ഭർത്താവേ, കരികാലത്ത് ചേത്താന്മാർ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ കിടന്ന് വായിട്ടലക്കണ്ട. ഒരുത്തനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ മര്യാദ സംസാരിച്ച് ഞാൻ കൈവച്ചു. അങ്ങോട്ട് കൊള്ളം കുടിക്കാൻ നടക്കുന്നു. അല്ല ഇത് പോയില്ലേ? ഞാൻ കുറച്ച് വേണോ? കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട്. റെസ്റ്റ് ചെയ്യാനേ? ഇത് റെസ്റ്റ് ഹൗസ് അല്ല, ചാരായ ഷാപ്പാ. അങ്ങോട്ട് ഇറങ്ങി. അല്ലേ ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ച് ഉപദേശം. ചമാച്ച ചമാച്ച ഗീവർഗീസ് മാത്യു. മക്കളെ, ആദ്യം ഓടി വന്ന് ചാച്ചയ്ക്ക് ഉമ്മ വരുന്നവനെ 2 വട. വാ. എന്താ നിന്ന് കളഞ്ഞേ? വാ മക്കളെ. അമ്മയല്ലേ കാലത്ത് പറഞ്ഞത് ചാച്ചി ഇനി കുടിക്കത്തില്ലെന്ന്. വാടാ. വാടാ. അടുത്ത ആഴ്ച മോലാളിന്റെ കൂടെ വയനാട്ടിൽ പോകും. അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു ഇത്തിരി. എനിക്കൊന്നും കേക്കണ്ട. ഇത് കൊണ്ടുപോയി നീ മക്കൾക്ക് കൊടുക്കും. നേരിട്ട് അങ്ങ് കൊടുത്തേച്ചാ മതി. കുളിച്ചിട്ട് വാ, അത്താഴം വിളമ്പാം. കുഞ്ഞുങ്ങൾ വല്ലതും കഴിച്ചോ? അവര് കഴിച്ചതാ. നീയോ? അനി നാളെ മുതല് നിന്നാണ് ഞാൻ. വാ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, ദുഃഖിതരെ, മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും കരിസ്മാറ്റിക് ധ്യാനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ആഭാസന്മാർ, മദ്യം വിൽക്കുന്ന ആഭാസന്മാർ, ഇവർക്കെല്ലാം ധ്യാനവേദിയിലേക്ക് സ്വാഗതം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും. മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, കാനായിലെ കല്യാണത്തിന് വെറും പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന്. സമ്മതിച്ചേ. ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമെന്നും പറഞ്ഞിറങ്ങിയ എന്നെപ്പോലുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ. വിരലിലെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലമ്പ്രദേശത്ത്, അതും ദരിദ്രവാസികളായ കുടിയന്മാര് മാത്രമുള്ള ഈ പ്രദേശത്ത്
ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആഫീസ് പൂട്ടി പോകും കർത്താവേ. ചാണ്ടി, എന്തോ കർത്താവേ? എടോ ചാണ്ടി. ഏ? ഓ, താനായിരുന്നോ? അല്ല, വല്ല കേട്ടോ? എന്തോന്ന്? അനൗൺസ്മെന്റോ, രോഗശാന്തിയോ, കരിസ്മാറ്റിക്കോ? ഇല്ല. താനൊരു കാലടെ. ഓ, ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനര മുട്ട ഫ്രീ. അയ്യോ, ഞാൻ ഈ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല. ജോലി കൂടുതലുണ്ട്, ക്ഷീണിച്ചാ പഴയ നടുവേദന വരും. അന്നേരം 1 ഏറിയാ 1.5. അത് എന്നൊന്നുമില്ല. ഉണ്ടോ അനി? താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. മദ്യപാനം ഒരു മാനസിക രോഗമാണ്. ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ടും. ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. അല്ല, ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. 3 ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കൊടുത്തു. ജോണിക്കുട്ടി ധ്യാനത്തിന് പോകുന്നു. പോണോ? പോണം. ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. അപ്പൊ പോണം അല്ലേ? പോണം. അതെ. ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? അവിടെ ടിക്കറ്റ്. ഒരടിവാരം. എന്നപ്പടി ആളിറങ്ങാണ്ടോ? ഉണ്ട്. വേഗം വാ. ഇറങ്ങി വേഗം ഇറങ്ങേ. ഹിന്ദി പിടിക്കില്ലെന്ന് ഇറങ്ങാന്നേ. വേഗം ഇറങ്ങേ. മടിയിലിരിക്കാതെ മേലോട്ട് കയറ്. കൊച്ചിനെടുത്ത് മടിയിൽ വെച്ചൂടെ? പോട്ടെ. ആളിറങ്ങണം. നിങ്ങൾ അടിവാരത്തില്ലേ? അടിവാരത്തിന് ടിക്കറ്റ് എടുത്താ മേൽവാരത്ത് ഇറക്കല്. അയ്യടാ, വണ്ടി എടുത്താൻ പറ. യാത്രക്കാരൻ്റെ ഇഷ്ടത്തില്ലേ ഇറങ്ങുന്നത്? എല്ലാരും ഉണ്ടല്ലോ. സ്കൂളിലേക്കായിരിക്കും. അല്ല, സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു, ഇനി കോളേജിലേക്കാ. ജോണിച്ചൻ വീട്ടിലുണ്ടോ മോളെ? ഒരാളുടെ വീട്ടിൽ നിന്ന് 2 പശുവിന് കൊടുക്കാനെന്ന് പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വൈകിട്ട് വരില്ല, ചാച്ച 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ജോണി എങ്ങോട്ടാ പോയത്? ദൂരേക്ക് വല്ല ട്രിപ്പും പോയതാ? ചെലപ്പോ എന്നെ തന്നെ വരാനും മതി. വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കണോടാ നീ? അതയാള് ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത്? മോനൂട്ടാ, കരയല്ലേ? ദാ വരുന്നു. ഓ, വരുന്നൊന്ന് പറഞ്ഞില്ലേ?